ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റിൽ ലൈഫാണ് ചെയ്യുന്നത്. 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്ക് തന്നെയാണത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ചെയ്യുന്നത് സെറാമിക് പോട്ടും സ്റ്റീൽ കപ്പും ഈ ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ സെറാമിക് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളേഴ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വൈറ്റ്, യെല്ലോ, സിൽവർ, സ്കൈ ബ്ലൂ, ഒരു പിങ്ക് കേട്ടോ. പിന്നെ ഈ സെറാമിക് പോട്ടിൻ്റെ സൈഡിൽ നമ്മൾ പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിട്ടുണ്ട്, അതായത് ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ കളേഴ്സാണ് പരിചയപ്പെടുത്തി തരുന്നത്. യെല്ലോ, ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, ഒരു ലീഫ് ഗ്രീനുമാണ് നമ്മൾ ഗ്രീൻ ആപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റീൽ കപ്പിന് പ്രത്യേകിച്ചൊരു കളർ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ റിഫ്ലക്ഷൻ ആ ഒരു കപ്പിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇനി തുടർന്നുള്ള എന്താ പറയുക ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. സോറി, ക്ലാസ്സിലല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്കത് ഏതൊക്കെ കളേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഔട്ട്ലൈനൊക്കെ ഇടുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ ഔട്ട്ലൈൻ ഇടുക. അമർത്തിയിട്ട് പ്രഷർ കൊടുത്തുകൊണ്ട് ഔട്ട്ലൈൻ ഇടരുത്, കാരണം ഇതിൽ 4 ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ എപ്പോഴും അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വരച്ച് അമർത്തി വരയ്ക്കുമ്പോൾ നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ അവിടെ വൃത്തികേടായിട്ട് ഇങ്ങനെ മായാതെ ഇങ്ങനെ കിടക്കും, അതിൻ്റെ ലൈൻസൊക്കെ അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും HB പെൻസിൽ വെച്ചിട്ട് ചെയ്യാം. ഞാൻ 10B പെൻസിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ കറക്റ്റായിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഔട്ട്ലൈൻ ഇടുന്നത്. അപ്പോൾ ഓരോ പിക്ചറും വളരെ വൃത്തിയായിട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ 4 ഒബ്ജക്റ്റാണുള്ളത്. ഒരു സെറാമിക്കിൻ്റെ പോട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു സൈഡിലാണ്. സോറി, 4 അല്ല 5 ഒബ്ജക്റ്റുകളുണ്ട് കേട്ടോ. ഒരു സെറാമിക് പോട്ട്, സ്റ്റീലിൻ്റെ കപ്പ്, 2 ബോട്ടിൽസ് ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ കേട്ടോ. ഇത്രയും ഒബ്ജക്റ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു റിസ്ക് എടുത്തിട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട്, ഈ പിക്ചർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടുള്ളൂ. കാരണം സ്റ്റീലിൻ്റെയൊക്കെ കപ്പുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു കളറ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒബ്ജക്റ്റിൻ്റെയൊക്കെ കളേഴ്സ് അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ലാസ്റ്റാണ് ആ ഒരു പിക്ചർ എന്താണ് എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് മനസ്സിലാക്കുക. പിന്നെ ഔട്ട്ലൈൻ ഇടുമ്പോൾ ഈ ഹൈലൈറ്റുകളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾ ഒരു പിക്ചർ നോക്കി അതായത് കുറച്ച് ഒബ്ജക്റ്റുകൾ ടേബിളിൽ എന്താ പറയുക ഇത് വെച്ചിട്ടേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്ന് കുറച്ച് ഇതുപോലുള്ള പ്ലേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. അതിൽ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാലാണ് കളറിങ് ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് തന്നെ എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിടുന്നതാണ്, അതായത് ഏറ്റവും കൂടുതൽ ലൈറ്റ് തട്ടുന്ന ഭാഗം, സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പറിൻ്റെ വൈറ്റ് അവിടെ ഒഴിച്ചിട്ടാലാണ് കറക്റ്റ് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ സെറാമിക് പോട്ടിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിൽ 2 ബോട്ടിൽസാണ്. അപ്പോൾ നമ്മൾ കളറിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ കളേഴ്സ് എടുക്കുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ സിൽവർ എടുത്തു, പിങ്ക് എടുത്തു, അതൊക്കെ വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. യെല്ലോ എടുത്തു. പിന്നെ പറയാൻ വിട്ടുപോയി, ഞാനിപ്പോൾ ഇതിൽ ചില ഭാഗങ്ങളിൽ ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, ചിലയിടത്ത് കളർ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ 2 കളേഴ്സും ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഓയിൽ പേസ്റ്റിൽ ചിലപ്പോൾ ഉപയോഗിക്കാറുള്ളത്. എൻ്റെ കളർ പെൻസിലും ഓയിൽ പേസ്റ്റിലും ഒരേ എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കളർ ഇതുപോലെ ഇങ്ങനെ റഫായിട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പേപ്പർ ഇതുപോലെ മടക്കിയതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ബ്ലെൻഡിങ് അത്ര വൃത്തിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വൈറ്റ് കൂടി ഇതുപോലെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താലാണ് ഇത് കറക്റ്റ് ടോണിൽ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റീൽ കപ്പ് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. കളറിങ് ഏതൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതിൽ കുറച്ച് ഗ്രീനൊക്കെ കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ ആ ടേബിളുമേ വിരിച്ചിട്ടുള്ള ക്ലോത്തിൻ്റെ റിഫ്ലക്ഷനാണ് കേട്ടോ. അത് ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യത്തെ പിക്ചേഴ്സ് ഇങ്ങനെ ചെയ്തു പോവാണ്. കാരണം ആദ്യം തന്നെ നമ്മൾ താഴേന്ന് തുടങ്ങിയാൽ നമ്മളെ കൈയൊക്കെ തട്ടിയിട്ട്
അവിടെയും ഇവിടെയൊക്കെ കളേഴ്സ് മിക്സായി ബ്ലെൻഡായി വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളിതിൽ ബ്ലാക്ക് യൂസ് ചെയ്തുന്നുണ്ട്. ബ്ലാക്കൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്യാം കേട്ടോ. ബ്രൗണ്, ഗ്രീന്, അതേപോലെ തന്നെ ഒരു വയലറ്റിൻ്റെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ, അതായത് സ്കൈ ബ്ലൂ കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ്, അതായത് പേപ്പർ വൈറ്റ് ഒഴിച്ചിടുക. ഹൈലൈറ്റുള്ള സ്റ്റീലുമേലെ കറക്റ്റായിട്ട് അത് ഒഴിച്ചിടണം. എന്നാലാണ് ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. മുകൾ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ബ്രൗണ് ലൈറ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മളിനി ഗ്രീൻ ആപ്പിൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിട്ടുണ്ട്. അതായത് ഒരു റൗണ്ട് വൈറ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രീൻ ആപ്പിളിൻ്റെ ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടി കളർ വെച്ചിട്ട് തന്നെ അവിടെ പേപ്പർ വൈറ്റ് റൗണ്ടിൽ ഒഴിച്ചിട്ടിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പെൻസിൽ വെച്ചിട്ട് വരക്കുകയാണെങ്കിൽ തന്നെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്തിടാൻ പാടുള്ളൂ കേട്ടോ. കാണാൻ പാടില്ല അങ്ങനത്തെ ഇതിൽ. ലൈറ്റ് ഗ്രീന്, യെല്ലോ, ഡാർക്ക് ഗ്രീനാണ് നമ്മൾ ഈ ഗ്രീൻ ആപ്പിളിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏത് മോഡൽ വെച്ചിട്ടാണോ ചെയ്യുന്നതിൽ കറക്റ്റായിട്ട് കളർ ടോണുകൾ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ബ്ലെൻഡിങ് ചെയ്യുക. ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ ആ ഒരു വസ്തുവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് മാത്രം ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ഇത് ഓയിൽ പേസ്റ്റിലാണെങ്കിൽ മാത്രമാണ് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ കളർ പെൻസിൽ വെച്ച് മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യേണ്ടതില്ല. ഞാനത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കളർ പെൻസിലും അതേപോലെ ഓയിൽ പേസ്റ്റിലും ഒരേ എഫക്റ്റാണ് കേട്ടോ. പിന്നെ കളർ പെൻസിലും ഓയിൽ പേസ്റ്റിലും ഒരേ മെത്തേഡ് തന്നെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതുള്ളത്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി മിക്സ് ആക്കുന്നത്. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ബ്ലാക്കൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റീൽ കപ്പിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് ഡാർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ സ്റ്റീൽ കപ്പിൻ്റെ താഴെ കുറച്ച് ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ ടേബിളുമ്മ വിരിച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ ക്ലോത്താണത് കേട്ടോ. അപ്പോൾ നമ്മൾ പിക്ചർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ സ്റ്റീൽ കപ്പിന്മേൽ 3 ആപ്പിളിൻ്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതൊരു സർക്കിൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഗ്രീൻ ആപ്പിളിൻ്റെ റിഫ്ലക്ഷനാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ആപ്പിളിലുള്ള അതേ കളർ ടോണുകൾ തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീൽ കപ്പും ഒരുപാട് കളർ ഇനിയും കയറാനുണ്ട്. അത് നമ്മൾ ഓരോ മറ്റുള്ള അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒബ്ജക്റ്റുകൾ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടത് ടോൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരുപാട് കളേഴ്സ് കയറാനുണ്ട്. അതിൻ്റെ താഴെ ഒരു ഗ്രീൻ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് മേശമേൽ വിരിച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഇല്ലേ, ഇത് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഈ സ്റ്റീലിൻ്റെ കപ്പിൽ ഒരുപാട് ഗ്രീൻ കളേഴ്സ് ഉള്ളത്. മറ്റതെന്ന് പറഞ്ഞാൽ താഴെ ഏത് കളറാണോ ഉള്ളത് അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ആ സ്റ്റീൽ കപ്പുമ്മൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് അത് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് താഴെ കളറ് ചെയ്യുമ്പോഴേ നമ്മുടെ കൈയൊക്കെ തട്ടിയിട്ട് ആകെ വൃത്തികേടാവും പിക്ചർ. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ നിന്ന് കളറ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ.
അപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ ഈ ഒരു സ്റ്റിൽ ലൈഫിൻ്റെ ക്ലാസ് 3 ഒബ്ജക്റ്റോട് കൂടി ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ബാക്കി നമ്മൾ നാളെ ചെയ്യാൻ, കാരണം ഇത് കുറച്ചധികം റിസ്ക് ഉള്ളൊരു വർക്കാണ്. റിഫ്ലക്ഷനും മറ്റും വൃത്തിയായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ നിങ്ങൾ വൃത്തിക്ക് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്ന് ഇനാബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ട കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അയക്കുക. അപ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല നല്ല വീഡിയോസ് ചെയ്യാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്താണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.